ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സോസേജ് ആണ്. ഇവിടെ ഞാൻ 10 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കുക. ഇത് കുക്കാവുന്ന പരുവെന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ബോൾ രൂപത്തിലാവും. അന്നേരം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇത് എല്ലാം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ മുക്കിയിടണം. ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മസാല എല്ലാം ഇളകിപ്പോകും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ബോൾ പോലെ ആയിരിക്കുന്നത്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതി, ചെറിയൊരു തക്കാളി, 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. നമ്മൾ അവസാനം ഈ മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ചിക്കൻ സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.